കേൾക്കുക. ഏതെങ്കിലും ഒരാൾ പറയാണ്, ഇത് നിങ്ങളുടെ മോനല്ലേ, വലുതായി വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലേ എന്ന് പറയുമ്പോ ചില വാപ്പമാര് പറയും, ലാ, ഓനെ കൊണ്ട് ഉപകാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവരെ കൊണ്ടുള്ള ഉപകാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വിധി നടപ്പാക്കുന്നു. പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഉപകാരം കിട്ടൂല. അതുകൊണ്ട് പറയുമ്പോ ശ്രദ്ധിച്ചു പറയണമെന്ന്. ഒരുപക്ഷെ ദേഷ്യമുള്ള സമയമായിരിക്കാം. ഉപകാരപ്പെടും, എന്റെ മക്കള് നന്നാവും, അവര് നല്ലവരായി വരും, പഠിച്ചുഷാറാകും എന്ന് തന്നെ പറയണം. കാരണം അന്നൽ ബലാഅ മുവക്കലും ബിൽ മൻതിഖ്, പരീക്ഷണം മനുഷ്യന്റെ വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ന് മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഏറ്റിയാൽ പൊങ്ങാത്തത് തലയിലെടുത്ത് വെച്ചാൽ നിങ്ങൾ തോറ്റുപോവുകയും ദീൻ അതിജയിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ ഇട്ടേ ചൂടും. ചില ആളുകൾ അങ്ങനെ കുറേ കാലം ഒരുപാട് കൊണ്ടുനടന്നു, പിന്നെ ഒരു സംഗതി ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം, അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും. അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ സ്ഥിരമായിട്ട് മുമ്പ് ക്ലാസ്സിന് വന്നിരുന്ന ആളുകൾ, വരാൻ പറ്റുന്ന ആളുകൾ ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. അതിൽ പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ ചില കാരണം എന്തായിരിക്കും, ഒരു മടുപ്പ് വന്നു, അല്ലെങ്കിൽ ഇനി ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് തോന്നി. അപ്പോൾ ഒരു 5 കൊല്ലോ 10 കൊല്ലോ അങ്ങനെ പിന്നെ തിരിച്ചു വരും. അവർ ആ ചിപ്പവിടെ ഉണ്ടാവും, അതുകൊണ്ട് അതങ്ങ് തിരിച്ചെത്തും. പക്ഷെ അതിനിടയ്ക്ക് അങ്ങനെ പോയി പോവും. എന്തെന്നറിയോ, ഓവർ ബേർഡൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത് സംഭവിക്കുന്ന, ഒരു പാകത്തിനെ കൊണ്ടു നടക്കാവുന്ന. അതുകൊണ്ടാണ് ഈ സാധാരണക്കാരിൽ ദിക്ർ ചൊല്ലുന്ന ആളുകളിൽ പിന്നെ മജ്ദൂബായ ഔലിയാക്കന്മാരെന്നൊക്കെ പറയുന്നത് കേട്ടില്ല. മജ്ദൂബായ ഔലിയാക്കന്മാർ ചിലപ്പോൾ തുണി എടുക്കാണ്ട് ഓടുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ബുദ്ധി സ്ഥിരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ ചിലപ്പോൾ അറിയില്ല. എന്തേ? ബുദ്ധി പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിക്ക് തകരാറ് സംഭവിക്കാന്നാ. അത് ദിക്ർ ചൊല്ലിയിട്ടും അള്ളാഹുവിനെ ഓർത്തിട്ടും തന്നെ അങ്ങനെ സംഭവിക്കുന്ന ആളുകളുണ്ട്. അത് പണ്ഡിതന്മാർക്ക് സംഭവിക്കൂല. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ, ആലിമീങ്ങൾ ഭ്രാന്തായി പോകുന്ന ആൾക്കാരെ കാണൂല. സാധാരണക്കാർ ഇൽമില്ല, പഠിച്ചിട്ടില്ല, കേട്ടിട്ടുള്ള പേടിയേ ഉള്ളൂ. ആ അറിവില്ലായ്മ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇതിന്റെ ബലാബലം എത്രയാണ്, എവിടം വരെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ആലിമീങ്ങളിൽ ഔലിയാക്കന്മാരുണ്ടെങ്കിലും അവർക്ക് ഭ്രാന്താവില്ല. സാധാരണക്കാർ ഔലിയാക്കന്മാരായി പോയാലും മജ്ദൂബീങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാറുണ്ട്. മുസ്തഫമാരൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇൽമിന്റെ കുറവിടെ വല്ലാണ്ട് പ്രശ്നമാവും. ഇൽമില്ലാതിരുന്നാൽ ആളുകൾക്ക് തകരാറ് സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. ഇതാ പറഞ്ഞു, ഏത് നേരം 24 മണിക്കൂർ വെള്ളമിട്ടിരിക്കുക, അത് പറ്റൂല. അതിനൊക്കെ ഒരു സമയം വെക്കണം, അതിൻ്റെ ഒരു നിയന്ത്രണം വേണം. ചിലപ്പോൾ മാനസികമായി പോകും, കേട്ടിട്ട് തല തിരിഞ്ഞു പോകും. മനുഷ്യന്മാരല്ലേ, ഒരു ലിമിറ്റ് വെക്കണം. എല്ലാറ്റിനും ഒരു ബാലൻസ് വേണം. അത് ഇസ്ലാം ദീനുൽ അദിലാണെന്ന് പറയും. ഒരു വസത്വയ്യ, എല്ലാറ്റിനും ഒരു മിതത്വം ആവശ്യമാണ്.